ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. രണ്ട് സിനിമ അപ്ഡേറ്റുകളാണ്, ഡിസംബർ മാസത്തിൽ ഇറങ്ങിയ രണ്ട് സിനിമ അപ്ഡേറ്റുകളാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ഡേറ്റുകളിലേക്ക് പോകാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്തെന്നാൽ, അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന സിനിമയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സിനിമ നിവിൻ പോളിയുടെ വലിയൊരു കംബാക്ക് ആയി കാണുന്നു. കാരണം 2019 ലവ് ആക്ഷൻ ഡ്രാമ എന്ന വലിയ വിജയത്തിന് ശേഷം നിവിൻ പോളിക്ക് ഒരു ഹിറ്റ് പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ നിവിൻ പോളിയുടെ ഹിറ്റിന് വേണ്ടി കാത്തിരുന്ന ആളുകൾക്ക് ഈ ഡിസംബറിൽ സർവമായയ്ക്ക് വൻ പോസിറ്റീവ് വന്നതുകൊണ്ട് തന്നെ വൻ കളക്ഷനാണ് നിവിൻ പോളിയുടെ കരിയറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനി ഉറപ്പായിട്ടും 100 കോടി എത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഉറപ്പായിട്ടും 100 കോടി എത്തുന്നതായിരിക്കും. കാരണം ഇന്ന് ശനിയാഴ്ച ഒരു 90 കോടിയെങ്കിലും ലഭിക്കും. 90 കോടിക്ക് മേലെയെങ്കിലും ലഭിക്കുന്നത് കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുപോലെ തന്നെ നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ അതിനും കൂടുതൽ, ഞായറാഴ്ചയും കൊണ്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച, നിങ്ങൾ നോക്കിക്കോ, തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഞായറാഴ്ച കൊണ്ട് 100 കോടി ആകും. ഇത് ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്തായാലും നിവിൻ പോളിയുടെ വലിയ കംബാക്കായി സർവമായ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത്, ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ദിലീപ്, മോഹൻലാൽ, സാൻഡി മാസ്റ്റർ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നീ കുറേ വൻ താരങ്ങൾ അഭിനയിച്ച സിനിമയാണ്. ഡിസംബറിലെ ഏറ്റവും ഹൈപ്പിൽ ഇറങ്ങിയ സിനിമയാണ് ബബബ എന്ന സിനിമ. പക്ഷേ സിനിമയുടെ ഹൈപ്പിനൊത്തുള്ള, പ്രതീക്ഷയ്ക്കൊത്തുള്ള സിനിമയുടെ റെസ്പോൺസ് സിനിമയ്ക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ചിത്രം ഇതുവരെ 50 കോടി പോലും എത്തിയിട്ടില്ല എന്നൊരു വാർത്തയാണ് പറയാനുള്ളത്. 50 കോടി അടിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ കുറേ തിയേറ്ററുകളിൽ നിന്ന് സിനിമ പോയിട്ടുണ്ട്. ഇനി എന്തായാലും ചിലപ്പോൾ ശ്രീ ഗോകുലം മൂവീസ് ചിലപ്പോൾ പോസ്റ്റ് ഇടും. ചിലപ്പോൾ 50 കോടി ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ സിനിമയുടെ OTT അവകാശങ്ങൾ മിക്കവാറും സ്വന്തമാക്കുന്നത് ഹോട്ട്സ്റ്റാർ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സിനിമയുടെ ഇന്ന് ശനിയാഴ്ചത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു 48 കോടി രൂപ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.